സ്വർണത്തിന് വില കുതിച്ചുയരുമ്പോൾ ഒരു പിടി മഞ്ഞലോഹം സ്വന്തമാക്കാൻ എന്ത് സാഹസത്തിനും തയ്യാറാകുന്നവരുടെ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ അതിർത്തി കടന്ന് കാടിന്റെ ഹൃദയഭാഗത്തെ തുരങ്കങ്ങളിലേക്ക് ജീവൻ പണയം വെച്ച് സ്വർണമെടുക്കാൻ മലയാളി സംഘങ്ങളും എത്തിത്തുടങ്ങി എന്ന് പറഞ്ഞാലോ? കേട്ടാൽ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ വാർത്ത. ദേവാലയയിലെ സ്വർണ്ണഖനന മേഖലയിൽ നിന്നും സ്വർണത്തിന്റെ തിളക്കത്തിന് കണ്ണഞ്ചി മരണത്തെ മുന്നിൽ കണ്ടും നടക്കുന്ന ഒരു വേട്ടയുടെ കഥയാണിത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഗൂഡല്ലൂരിലെ ദേവാല കാട്ടിമറ്റം മേഖലയിലെ ഉൾവനങ്ങളിൽ വീണ്ടും സ്വർണവേട്ട സജീവമായിരിക്കുന്നു. 100-ലധികം പുതിയ തുരങ്കങ്ങളാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന സത്യം, ഇവിടെ ഖനനത്തിനായി എത്തിച്ചേരുന്നവരിൽ നല്ലൊരു പങ്കും കേരളത്തിൽ നിന്നുള്ളവരാണെന്നാണ്. 1 ഗ്രാം സ്വർണത്തിന് ഇന്ന് എന്താ വില എന്ന് നെടുവീർപ്പിടുന്നവർ അറിയുന്നില്ല. ആ തിളക്കമുള്ള ലോഹത്തിനായി ചിലർ ജീവൻ തന്നെയാണ് പണയം വയ്ക്കുന്നതെന്ന്. ചരിത്രത്തിന്റെ നിഴലിൽ, മരണത്തിന്റെ തുരങ്കങ്ങളിൽ ഈ സ്വർണ്ണപ്പനി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ചരിത്രത്തിന്റെ താളുകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ 1831 ബ്രിട്ടീഷ് ഭരണകാലത്ത് ആൽഫ ഗോൾഡ് മൈനിംഗ് കമ്പനി ഇവിടെ ഖനനം നടത്തിയിരുന്നു. എന്നാൽ സ്വർണം വേർതിരിച്ചെടുക്കുന്നതിനുള്ള ഭീമമായ ചെലവ് കാരണം 1893 അവർ ഈ സ്വപ്നം ഉപേക്ഷിച്ച് മടങ്ങി. കൂറ്റൻ തുരങ്കങ്ങൾ കാലത്തിന്റെ കുത്തൊഴുക്കിൽ അടഞ്ഞുപോയെങ്കിലും സ്വർണത്തിന്റെ മായാജാലം ഇവിടുത്തെ മണ്ണിനെ വിട്ടുപോയില്ല. പിന്നീട് പ്രദേശവാസികൾ ഈ തുരങ്കങ്ങൾ വീണ്ടും തുറന്നു. നാടുകാണി, ദേവാല, കൈതക്കൊല്ലി, പൊൻവയൽ, കാട്ടിമട്ടം, ഗ്ലെൻറോക്ക് തുടങ്ങി 640 ഹെക്ടറിലധികം വരുന്ന ഭൂമിയിൽ സ്വർണവേട്ട തകൃതിയായി തുടരുന്നു. കാടും കാടിന്റെ മക്കളും മാത്രമറിയുന്ന എത്രയോ കഥകൾ ഈ തുരങ്കങ്ങൾക്ക് പറയാനുണ്ടാകും. നിമിഷ നേരം കൊണ്ട് മണ്ണും കല്ലും ഇടിഞ്ഞു വീണും വിഷവായു ശ്വസിച്ചും ശ്വാസം മുട്ടിയും എത്രയോ പേരാണ് ഈ ഇരുണ്ട തുരങ്കങ്ങളിൽ അവസാന ശ്വാസം വലിച്ചത്. പല മരണങ്ങളും പുറം ലോകം പോലും അറിയാതെ മണ്ണോട് ചേർന്നു. സ്വർണം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന മെർക്കുറി നീർച്ചാലുകളിൽ കലർന്ന് പ്രകൃതിയെ തന്നെ വിഷമയമാക്കുന്നു എന്നതും ഇതിന്റെ മറ്റൊരു ഭീകരമുഖമാണ്. ഈ അനധികൃത പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ വനവകുപ്പും മറ്റ് അധികൃതരും കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. ഗൂഡല്ലൂർ RTO ഗുണശേഖരന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി കഴിഞ്ഞു. കഴിഞ്ഞ 2 വർഷത്തിനിടെ 124 അനധികൃത ഖനന കേസുകളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തതെന്നത് പ്രശ്നത്തിന്റെ ഗൗരവം വിളിച്ചോതുന്നു. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വനവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു പിടി സ്വർണത്തിന്റെ മോഹം ചിലപ്പോൾ ഒരു തുരങ്കത്തിന്റെ അടിത്തട്ടിൽ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന മരണക്കിണിയായി മാറും. നിയമലംഘനവും ജീവന് ഭീഷണിയുമാകുന്ന ഈ സാഹസത്തിന് ഇറങ്ങി പുറപ്പെടുന്നവർ ഓർക്കുക, ജീവൻ നഷ്ടമായേക്കാം.